ദൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് ഒരുക്കി തരുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവദിന കേൾവിക്ക് വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരുന്നു കൊണ്ട് വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ അനുദിനം ആത്മീക ആലോചന സർവശക്തനായ ദൈവം നമുക്ക് ബലവും കൃപയുമായി നൽകിത്തരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തെ എല്ലാ ദിവസവും ദൈവിക വചനം തന്ന് നമ്മളെ തൃപ്തരാക്കുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ബോധവൽക്കരിക്കുന്ന, നമുക്ക് ഉറച്ചു നിൽപ്പാൻ ത്രാണി തരുവാൻ ഈ വചനത്താൽ ധന്യമാക്കുന്ന നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ആരാധ്യനും ഭയങ്കരനും വിശ്വസ്തനുമായ ദൈവത്തിന് എല്ലാ പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം യെശയ്യാ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണ്. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ ജനത്തെ തകർത്ത് കളയുവാനും എളിയവരെ ദുഃഖിപ്പിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എൻ്റെ ജനത്തെ തകർത്ത് കളയുവാനും എളിയവരെ ദുഃഖിപ്പിക്കുവാനും നിങ്ങൾക്കെന്ത് കാര്യമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പണ്ട് ആളുകൾ പറയാറുണ്ട്, ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്തവർ. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലാത്തവർ, അങ്ങനൊരു കൂട്ടർ, അനാഥർ. ആരെന്ത് ചെയ്താലും, എത്ര ദ്രോഹിച്ചാലും, എന്തൊക്കെ ഉപദ്രവിച്ചാലും ആരും ചോദിക്കാനില്ല എന്ന് തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ. വളരെ നിർധനരായിരിക്കാം, വലിയ കഷ്ടപ്പാടിൽ കൂടെ പോകുന്നവരായിരിക്കാം, ഒറ്റപ്പെട്ടവരായിരിക്കാം, സാമൂഹ്യപരമായിരിക്കുന്ന വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കാം, അടിമകളെപ്പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരിക്കാം. അങ്ങനെയുള്ളവരെക്കുറിച്ചുള്ള പൊതുവിൽ ഒരു വാക്കായിരുന്നു. ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തമാശനാണെങ്കിലും തിരിച്ചു പറയാറുണ്ട്, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. അതൊരു വലിയ ഫ്രേസാണ്, ഒരു പ്രയോഗമാണ്. ഈ വാക്യം വായിച്ചപ്പോൾ തത്വത്തിൽ എനിക്ക് തോന്നിയത് അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ്. കാരണം യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? എൻ്റെ ജനത്തെ തകർത്ത് കളയാൻ, എളിയവരെ ദുഃഖിപ്പിക്കാൻ നിങ്ങൾക്കെന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കെന്ത് കാര്യമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചോദിക്കാൻ, ഇങ്ങനെ ഉത്തരവാദിത്തപ്പെടാൻ ഒരാളെന്ന് പറയുമ്പോൾ വെറുതെ ഭൂമിയിലെ ഏതെങ്കിലും ഒരു കൊച്ചധികാരത്തിലിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യനല്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് നടപടിയിൽ കൊണ്ടുവരുവാനും തിരിച്ച് പ്രതികരിച്ചാൽ അതിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും കഴിവുള്ള ദൈവം, സർവശക്തൻ, അത്യുന്നതൻ, ഈ ലോകത്തിലെ സകല കോടതികളും കൂടി ഒന്നിച്ചു കൂടിയാലുണ്ടാകുന്ന ശക്തിയേക്കാൾ അധികം ശക്തിയുള്ള ന്യായാധിപൻ, നീതിമാൻ, വിഷയത്തിൽ ഇടപെട്ടാൽ ശരിക്കും അത് കൈകാര്യം ചെയ്ത് പരിഹരിക്കാൻ കരുത്തുള്ളവൻ, ആ ദൈവം ഒരു ചെറിയ ലോകത്തിൽ തന്നെ ഉള്ള ഒരു ചെറിയ കൂട്ടർ ഉപദ്രവിക്കപ്പെടുമ്പോൾ, ഇസ്രായേലാണല്ലോ യെശയ്യാ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം, അവരെ വെറുതെ ദ്രോഹിക്കുകയും വെറുതെ ഉപദ്രവിക്കുകയും വെറുതെ പീഡിപ്പിക്കുകയും എന്ത് ചെയ്താലും കുഴപ്പമില്ല, പ്രതികരിക്കില്ല, തിരിച്ചടിക്കാനുള്ള കഴിവില്ല, തിരിച്ച് ചോദിക്കത്തില്ല, ഇവർക്ക് വേണ്ടി ആരും ചോദിക്കാനുണ്ട് വരത്തുമില്ല എന്ന് വിചാരിച്ച ഒരു വലിയ കൂട്ടം ഈ പാവപ്പെട്ടവരെ നുകം വെച്ചൊതുക്കുന്നത് പോലെ, കാൽച്ചുവട്ടിൽ ചവിട്ടി അരയ്ക്കുന്നത് പോലെ അത്രയ്ക്ക് ഉപദ്രവിച്ചപ്പോൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊരു ചോദ്യം. എന്താ ചോദിച്ചത്?
ഒരു വഴിപോക്കനെ പോലെ. എന്തോ ഈ കാണിക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെ കാണിക്കുന്ന കണ്ണിച്ചോരയില്ലേ എന്നൊരു വഴിപോക്കനെ പോലെ അല്ല. ഈ ചോദ്യം തന്നെ പലതാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ രണ്ടുപേർ തമ്മിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോൾ സഹയാത്രികരായിരിക്കുന്ന ആളുകളിൽ ചിലർ മിണ്ടാതിരിക്കും, ചിലരെങ്കിലും ചോദിക്കും. എന്നെ കാണിക്കുന്ന ചുമ്മാ വെറുതെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു വഴിയാത്രക്കാരൻ, ഒരു സഹയാത്രികൻ അത്രേ ഉത്തരവാദിത്തമുള്ളൂ. പക്ഷെ ഇവിടെ ദൈവം തമ്പുരാൻ ഒരു വഴിപോക്കനെ പോലെ എന്നാണ് രണ്ടുപേരും കൂടി തമ്മിത്തലുണ്ടാക്കി വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്നേ, എന്നെ കാണിക്കുന്നേ എന്നല്ല ചോദിച്ചത്. എൻ്റെ ജനത്തെ തകർത്ത് കളയാൻ നിനക്കെന്ത് കാര്യം? ആ ചോദ്യത്തിൻ്റെ ഗൗരവം, അതിൻ്റെ ഉത്തരവാദിത്വം. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ വാക്യത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമായിട്ട് കൂട്ടിമുട്ടിക്കുക. നീ വീട്ടിൽ കിടന്ന് വല്ലാതെ ഞരങ്ങുവാണോ? ചിലപ്പോഴൊക്കെ ചില ആളുകളോട് പറയാറുണ്ട്, ചില ആളുകൾ അറിവുകേട് കൊണ്ടാണോ ധാർഷ്ട്യം കൊണ്ടാണോ അഹങ്കാരം കൊണ്ടാണോന്നറിയില്ല, നിന്നെ കൊന്നു കളഞ്ഞാലും ചോദിക്കാനൊന്നും ആരും വരില്ലെന്ന് എനിക്കറിയാം. നിന്നെ കണ്ടിച്ച് തോട്ടിൽ കൂടെ ഒഴുക്കി വിട്ടാൽ, ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഡയലോഗൊക്കെ. ഞാൻ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും അതൊക്കെ തീരട്ടെ എന്നോർത്ത് കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളല്ലേ. ഇപ്പം ചില ആളുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, ഒന്നും ചെയ്യാനില്ല, ആരും ചോദിക്കാൻ വരികയില്ല, ഒറ്റയടിക്ക് നിന്നെ കൊന്നാൽ ആര് ചോദിക്കും നീ പറയുന്നേ? പാവായിരിക്കാം, അപ്പൻ മരിച്ചു പോയ, ചിലപ്പോൾ ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന ഒരാളായിരിക്കാം. അപ്പുറത്ത് നിന്ന് ചോദിച്ച പുള്ളി വലിയ തണ്ടും തടിയും മീശയൊക്കെ ഉള്ള വലിയ പുള്ളിയായിരിക്കാം. കൂടെ നിൽക്കാൻ ആളുള്ളവരും രാഷ്ട്രീയ പിടിപാടുള്ളവരും കൈക്കരുത്തും കാശുള്ളവരായിരിക്കാം. ഇതുങ്ങൾ ഇപ്പുറം നിൽക്കുന്നത് പാവായിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ദൈവം ചോദിക്കുക എന്നൊന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടേ. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നോവലിൻ്റെയൊക്കെ ക്ലൈമാക്സ് പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് ഭയങ്കര അധികാരമുള്ളവൻ എൻ്റെ ജനത്തെ തകർത്ത് കളയാൻ നിനക്കെന്ത് കാര്യം? നിനക്കെന്ത് കാര്യം? ആ ചോദ്യത്തിൻ്റെ ഗൗരവം എന്നെ ഭയങ്കരമായിട്ട് ചങ്കിക്കൊണ്ടെന്ന് പറയാം. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജോലിസ്ഥലത്ത് ഉപദ്രവിക്കപ്പെടുവാണോ? കുഞ്ഞുങ്ങളെ വളർത്തണം, ലോൺ അടയ്ക്കണം, കാര്യങ്ങൾ നടക്കണം. ഒരുപാട് പേരുടെ ഉത്തരവാദിത്വം തോളിൽ കിടക്കുന്നതുകൊണ്ട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ കസേര തെറിക്കുകയോ നമ്മളെ പിന്നെയും പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ എന്നുള്ള പേടി കൊണ്ട് കണ്ണുരൊട്ടി കാണിച്ചാലും കാലുമടക്കി തൊഴിക്കാൻ വന്നാലും അട്ടഹസിച്ചാലും എല്ലാവരും കൂടി ചേർന്ന് പരിഹസിച്ചാലും ഒന്നും മിണ്ടാതെ കണ്ണ് നിറഞ്ഞത് അവർ കാണാതെ മാറി നിന്ന് തുടച്ച് വേദനപ്പെട്ട് എനിക്ക് വേണ്ടി ആരുമില്ലല്ലോ. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നാരുണ്ടായിരുന്നെങ്കിൽ. ഇന്നവരാരുമില്ല. ആരുമില്ലാത്തതുകൊണ്ട് ആർക്കും എന്തും ചെയ്യാം എന്ന് നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് ആരെങ്കിലും വിചാരിച്ചാൽ ഈ വാക്യം നമ്മളോട് പറയുന്നു, അതവരുടെ വ്യാമോഹമാണ്. ചിലപ്പോൾ ഇച്ചിരി താമസിക്കും. ഈ ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ഉൾക്കൊള്ളാനും എല്ലാവർക്കും പിടികിട്ടാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അടുത്തിടപെടുന്നവർക്കറിയാം, ചില താമസിച്ചേ ചോദിക്കത്തുള്ളൂ, ചില താമസിച്ചേ ഇടപെടത്തുള്ളൂ, ചില താമസിച്ചേ വിധി പറയത്തുള്ളൂ, ചില താമസിച്ചേ വരികയുള്ളൂ. ആ ദൈവത്തിൻ്റെ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സ്വഭാവമാണ്. നമ്മളെ ക്ഷമ പഠിപ്പിക്കാനും വിശ്വാസം പുറത്തു കൊണ്ടുവരാനൊക്കെ കുറേയും കൂടെ നമ്മളെ നടത്തിയെന്നിരിക്കും. പക്ഷേ നാം അനാഥരാന്ന്, ആരുമില്ലാത്തവരാന്ന്, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്ന് വിചാരിക്കരുത്. ഇന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ വചനം ആവശ്യമായിരിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തമാക്കാം. എന്ത്? ഇന്ന് വരെയും എന്നെ ഇതുപോലെ കണ്ണീര് കുടിപ്പിച്ചിട്ട്, എനിക്കിതുപോലെ നഷ്ടം വരുത്തിയിട്ട്, എന്നെ ഇതുപോലെ കാളയെപ്പോലെ അടിമയെപ്പോലെ പണിയെടുപ്പിച്ചിട്ട് ആരും ചോദിക്കാനില്ല. ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും ഗുരുതരമായി വെല്ലുവിളിച്ച് നിർത്തിയിരിക്കുക. ഞാനിതിൻ്റെ ഇടയിൽ കിടന്ന് വലിയ എങ്ങോട്ട് പോകാനാ? കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ,
കാര്യങ്ങൾ നടക്കണ്ടേ? ഇവിടെ നിന്ന് ഇട്ടെറിഞ്ഞു പോയാൽ പിന്നെ എവിടെ പോകും? അഭയമില്ലല്ലോ. അതുകൊണ്ട് ആരും ചോദിക്കാനുമില്ല, ആരും പറയാനുമില്ല. സഹിച്ച് ഉമിത്തിയിൽ വെന്ത് നീറുന്നത് പോലെ തീർന്നേക്കാം എന്ന് വിചാരിച്ച് മനമുരുകി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ ഒരു നിമിഷം? ദൈവം നിങ്ങൾക്ക് വഴിപോക്കനെ പോലാണോ? ദൈവം നിങ്ങൾക്ക് ഒരു നാട്ടുമധ്യസ്ഥനെ പോലാണോ? അതെയോ നിങ്ങളുടെ ജീവനും നിങ്ങൾക്കും ഭയങ്കര വില കൽപ്പിക്കുന്ന എൻ്റെ മോന, എൻ്റെ മോള, എൻ്റെ ചോരയുടെ വിലയാ എന്ന് പറയത്തക്ക രീതിയിലൊരു ബന്ധം അഖിലാണ്ട സൃഷ്ടാവായ ദൈവവുമായിട്ട് ഈ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വാക്യം നിങ്ങൾ 2 മഷി കൊണ്ട് അടിവരയിട്ടു. ഈ ദിവസങ്ങളിൽ ഉത്തരവാദിത്തമുള്ളവൻ എഴുന്നേക്കും. ചോദിക്കേണ്ടവനോട് ചോദിക്കും. നീ കുറേ നാളായല്ലോ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്. നീ കുറേ നാളാണല്ലോ ഈ ഗുണ്ടാപ്പിരിവ് പോലെ പലിശ മേടിച്ചും അല്ലാതെയും കുത്തിപ്പിഴിയാൻ തുടങ്ങിയിട്ട്. മതിയായില്ലേ? എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജനത്തെ, എൻ്റെ മക്കളെ പീഡിപ്പിക്കാൻ, തകർത്ത് കളയാൻ, ദുഃഖിപ്പിക്കാൻ, കരയിപ്പിക്കാൻ, അപമാനിക്കാൻ, നിന്ദിക്കാൻ, ചുരുട്ടിക്കൂട്ടാൻ നിനക്കെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു കരുത്തനായ ദൈവം എഴുന്നേറ്റ് വരുന്നത് നിങ്ങളുടെ പുറം കണ്ണടച്ച് ഈ ദൂത് കേൾക്കുമ്പോൾ അകക്കണ്ണ് തുറന്ന് നിങ്ങളൊന്ന് തല ഉയർത്തി നോക്കിയേ. ആ വരവ് കണ്ടോ? സൈന്യാധിപനെ പോലെ നിനക്ക് വേണ്ടി ചോദിക്കാനാ വരുന്നത്. എൻ്റെ കുഞ്ഞിനെ നീ ഒത്തിരി കഷ്ടപ്പെടുത്തി, ഒരുപാട് വേദനിപ്പിച്ചു, ഒത്തിരി ഇവിടെയിട്ട് കരയിപ്പിച്ചു. ഇനി അത് നടക്കുകയല്ല. എൻ്റെ മകളെ, എൻ്റെ മകനെ, എൻ്റെ ജനത്തെ തകർത്ത് കളയാൻ, കണ്ണീര് കുടിപ്പിക്കാൻ നിനക്കെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരധികാരിയുടെ ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങുന്നു. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല. ഈ കർത്തൃദിനത്തിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഈ വചനം, ഇതിലെ ദൂത്, ഇതിലെ പൊരുൾ തിരിച്ചു തന്ന സന്ദേശം നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുക. നീ കർത്താവിനോട് പറ, ഈ വചനം എനിക്ക് വേണം, ഈ ദൂത് എനിക്ക് വേണം. ഇതുപോലെ എൻ്റെ ദൈവം ചിലരോട് ഇടപെടണം. ഞാൻ മടുത്തപ്പ, ഒന്ന് ചോദിക്കണം. എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല. ഈ വചനം എടുത്തോ, ഈ ദൂതങ്ങ് എടുത്തോ. യെശയ്യാപ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യം വേറെ ആരുടെ അല്ല, എൻ്റെയാണെന്നും പറഞ്ഞ് അങ്ങ് സ്വീകരിച്ചോ. ബാക്കി ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം, കർത്തൃദിവസം, തിരുവെഴുത്തിൽ കണ്ട സ്വർഗീയ മർമ്മങ്ങൾക്കായി സ്തോത്രം. നാഥ, ശാരീരിക രോഗങ്ങൾ, ചില രോഗാത്മാക്കൾ, ചില ദുഷ്ടശക്തികൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദുരാത്മാക്കൾ, മനുഷ്യൻ, അധികാരികൾ, ബന്ധുക്കൾ, ഇവരെല്ലാം ചിലരെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നുണ്ട് കർത്താവേ. ആരും ചോദിക്കാനില്ലെന്നോർത്ത് അങ്ങ് ചവിട്ടി മെതിക്കുന്നുണ്ട്. ഈ വാക്യം വിശ്വസിച്ച ജനത്തിന് വേണ്ടി അങ്ങ് എഴുന്നേക്കണം, അങ്ങ് ചോദിക്കണം. അതിൻ്റെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ കിട്ടണേ. ഈ വചനം അങ്ങയുടെ മക്കൾക്ക് ഞാൻ വിശ്വാസത്തോടെ കൊടുത്തു. അവരത് ഏറ്റെടുത്തെങ്കിൽ സ്വർഗം പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.